മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് ആയി CPM-ന്റെ മിനി വിനയനെ തിരഞ്ഞെടുത്തു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത മിനി വിനയന് പാറളം പഞ്ചായത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അമ്മാടം പാതുവ നഗറിലെ സെന്റ് ആന്റണീസ് കപ്പേളയിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന ശതദിന നൃത്തോത്സവത്തിന്റെ 100ാം ദിനാഘോഷവും പുരസ്കാര സമർപ്പണവും ജൂൺ 16-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ദേവസ്ഥാനത്ത് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്തകൾ വിശദമായി. പാറളം പഞ്ചായത്ത് പ്രസിഡന്റായി CPM-ന്റെ മിനി വിനയനെ തിരഞ്ഞെടുത്തു. LDF ധാരണ പ്രകാരം CPI-യുടെ സുബിത സുഭാഷ് രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. പാറളം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മിനി KU എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 40 മാസം CPM-നും 20 മാസം CPI-ക്കും പ്രസിഡന്റ് സ്ഥാനം എന്നായിരുന്നു LDF ധാരണ. ഇതുപ്രകാരം CPM-ന്റെ മിനി വിനയനായിരുന്നു ആദ്യത്തെ 20 മാസം പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. ശേഷം കഴിഞ്ഞ 20 മാസം പ്രസിഡന്റ് സ്ഥാനം വഹിച്ച CPI-യുടെ സുബിത മെയ് 28-ന് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. 7ാം വാർഡ് അംഗമാണ് മിനി. പാറളം പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത മിനി വിനയന് പാറളം പഞ്ചായത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അനുമോദന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ PR വർഗീസ്, PT സണ്ണി, PV സുബ്രഹ്മണ്യൻ, ജൂബി മാത്യു, പ്രദീപ് പാണപ്പറമ്പിൽ, AT പോൾസൺ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷീന പറയങ്ങാട്ടിൽ, VG വനജകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതമണി, അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സെബി ജോസഫ്, കുടുംബശ്രീ ചെയർപേഴ്സൺ രജനി ഹരിഹരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെയിംസ് പി പോൾ, K പ്രമോദ്, വിദ്യാനന്ദനൻ എന്നിവർ സംസാരിച്ചു. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പാറളം പഞ്ചായത്തിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു പാറളം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ച് പുതിയത് പണിയുക എന്നത്. അതിൻ്റെ നടപടികൾ ഇന്ന് പൊളിച്ചു മാറ്റുന്നതിനുള്ള അനുമതി ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. തുടങ്ങി വെച്ചിട്ടുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങളും സമയബന്ധിതമായി തന്നെ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാവരും ഭരണസമിതിയിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ ശ്രദ്ധേയമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് സംവിധാനം, ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതിൻ്റെ അടിസ്ഥാന ശക്തി കേന്ദ്രമാണ് പഞ്ചായത്തുകൾ. കണിശമായും ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ സമഗ്രമായ മുന്നേറ്റം, വികാസം മാത്രം ഗൗരവമായ ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അമ്മാടം പാതുവ നഗറിലെ സെന്റ് ആന്റണീസ് കപ്പേളയിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റം സഹവികാരി ഫാദർ ജിയോ ആലപ്പാട്ട് നിർവഹിച്ചു. തിരുനാൾ ദിനമായ 16-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5:30 വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ആഘോഷമായ വളരെഴുന്നള്ളിപ്പ് പള്ളിയിൽ നിന്നും കപ്പേളയിലേക്ക് പുറപ്പെടും. 7 മണിക്ക് ലതീഞ്ഞ നൊവേന,
തുടർന്ന് വിശുദ്ധന്റെ തിരുശേഷിപ്പ് തൊട്ടുവണങ്ങൽ, നേർച്ച, വെഞ്ചിരിപ്പ് വിതരണം എന്നിവ നടക്കും. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന ശതദിന നൃത്തോത്സവത്തിന്റെ 100ാം ദിനാഘോഷവും പുരസ്കാര സമർപ്പണവും ജൂൺ 16-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ദേവസ്ഥാനത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 16-ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ശതദിന നൃത്തോത്സവത്തിന്റെ സമാപനവും ലോകത്തിലെ ഏറ്റവും നാൾ നീണ്ടുനിന്ന നൃത്തോത്സവം എന്ന ബഹുമതിയും സമ്മാനിക്കപ്പെടും. ഡോക്ടർ മേതിൽ ദേവിക സംവിധാനം ചെയ്ത ക്രോസ് ഓവർ ഹ്രസ്വചിത്രം പ്രദർശനത്തോടെ ആരംഭിക്കുന്ന ചടങ്ങിൽ വിസ്തൃത ഭാരതീയനാട്യ നർത്തകി പത്മശ്രീ ചിത്ര വിശ്വേശ്വരന് ദേവസ്ഥാനം നാട്യമയൂരി പുരസ്കാരം നൽകി ആദരിക്കും. ഭരതനാട്യ കലകളിൽ വിശ്വപ്രസിദ്ധരായ 13 നർത്തകരെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ചടങ്ങിൽ ആദരിക്കും. ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ പ്രഭാഷണം നടത്തുകയും ലോക റെക്കോർഡ് ഏറ്റുവാങ്ങുകയും ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം PRO KG ഹരിദാസ്, സന്തോഷ് കുമാർ, ഡോക്ടർ പൂർണ്ണതായി ജയപ്രകാശ് ശർമ്മ എന്നിവർ പങ്കെടുത്തു. ഗരുഡ സന്നിധിയിൽ ആരംഭിക്കുന്നത് പ്രശസ്ത മോഹിനിയാട്ട നർത്തകി ഡോക്ടർ മേതിൽ ദേവികയുടെ ദി ക്രോസ് ഓവർ എന്ന ഒരു ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും. അതിനെ തുടർന്നായിരിക്കും നമ്മുടെ ഗരുഡ സന്നിധിയിലെ സമാപന സമ്മേളനം ആരംഭിക്കുക. അന്നത്തെ ചടങ്ങിൽ പ്രധാനമായിട്ടും വിസ്തൃത ഭരതനാട്യ നർത്തകി പത്മശ്രീ ചിത്ര വിശ്വേശ്വരന് 2023 പ്രഖ്യാപിച്ചിരുന്ന നാട്യമയൂരി പുരസ്കാരം ഈ ചടങ്ങിൽ വെച്ച് നൽകുന്നതാണ്. അതാണ് ഈ ചടങ്ങിലെ ഒരു പ്രത്യേകത. അവരെ മാത്രമാണ് ഒരു വേറിട്ട ഒരു ബഹുമതി നൽകി അന്നത്തെ ചടങ്ങിൽ ആദരിക്കുന്നത്. ചിത്ര വിശ്വേശ്വരന് നാട്യമയൂരി പുരസ്കാരം നൽകി ആദരിക്കുന്നു. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ഗോവിന്ദ സൈക്കിയ സത്രിയ നൃത്തം, കേന്ദ്ര സംഗീത അക്കാദമി അവാർഡ് ജേതാവ് വേണുജി കൂടിയാട്ടം, കേരള സംഗീത അക്കാദമി അവാർഡ് ജേതാവ് കലാമളം പ്രഭാരം മാസ്റ്റർ ഓട്ടംതുള്ളൽ, കേരള സംഗീത അക്കാദമി അവാർഡ് ജേതാവ് നാട്യമയൂരി ഡോക്ടർ മേതിൽ ദേവിക മോഹിനിയാട്ടം. വീടുകളിലേക്ക് കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായി നൽകാനുള്ള ബ്ലീച്ചിംഗ് പൗഡർ ശുചിമുറിയിൽ ക്ലോസറ്റിനരികെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ചാക്കിലാക്കി സൂക്ഷിച്ചതായി പരാതി. തൃശൂർ അന്തിക്കാട് സർക്കാർ ആശുപത്രി ശുചിമുറി ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിപ്പ് കേന്ദ്രമാക്കി മാറ്റിയെന്നാരോപിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. 9 ചാക്ക് ബ്ലീച്ചിംഗ് പൗഡറാണ് ഇവിടെ അലക്ഷ്യമായി സൂക്ഷിച്ചിരുന്നത്. അന്തിക്കാട് സർക്കാർ ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. ആശുപത്രിയിൽ ഡോക്ടറെ കാണാനെത്തിയാൽ ശുചിമുറിയിൽ പോയപ്പോഴാണ് ചാക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആശാപ്രവർത്തകർ മുഖേന പഞ്ചായത്തിൽ കുടിവെള്ള ശുദ്ധീകരണത്തിനായി എല്ലാ വീടുകളിലേക്കും വിതരണം ചെയ്യാനുള്ള ബ്ലീച്ചിംഗ് പൗഡറായിരുന്നു ചാക്കിലെന്ന് പറയുന്നത്. 9 ചാക്ക് ബ്ലീച്ചിംഗ് പൗഡറാണ് ആശുപത്രിയിലെ വൃത്തിഹീനമായ രീതിയിലുള്ള ശുചിമുറിയിൽ ക്ലോസറ്റിനരികിൽ നാളുകളായി സൂക്ഷിച്ചു വെച്ചിരുന്നതെന്നാണ് ആക്ഷേപം. വിവരമറിഞ്ഞ BJP നേതാക്കളായ ഗോകുൽ കരിപ്പള്ളി, NS ഉണ്ണിമോൻ, ആരിഷ് കോളങ്കണ്ടത്ത് തുടങ്ങിയവർ പ്രതിഷേധവുമായി എത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ, ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവരെ വിവരം ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന ബ്ലീച്ചിംഗ് പൗഡർ വിതരണം ചെയ്യാതെ നശിപ്പിച്ചു കളയാമെന്ന ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. താൽക്കാലികമായി ഉപയോഗശൂന്യമായ ശുചിമുറിയിൽ കൊണ്ടുവച്ചതാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ബ്ലീച്ചിംഗ് പൗഡർ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. കക്കൂസിൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിലേക്കും കിണറ്റിലും കുടിവെള്ളത്തിലും എല്ലാത്തിലുമായി നിക്ഷേപിക്കാൻ വെച്ചിരിക്കുന്ന ബ്ലീച്ചിങ് പൗഡർ അവിടുത്തെ അത്രയ്ക്ക് വൃത്തിഹീനമായ കക്കൂസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയാണ് അവിടെ കാണപ്പെട്ടത്. അത് അവിടെപ്പെട്ട വേണ്ട അധികാരികളോട് കാര്യം സംസാരിച്ച് സൂപ്രണ്ട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അവരോട് കാര്യം സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ വയ്ക്കാനുള്ള സ്ഥലമില്ലാത്തതിൻ്റെ പേരിലാണ് അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥലം MLAയുടെ ഒരു പഞ്ചായത്താണ് അന്തിക്കാട് പഞ്ചായത്ത്. അതുമാത്രമല്ല 2 മന്ത്രിമാരും ഇവരൊക്കെ അടങ്ങുന്ന ഈ പഞ്ചായത്തിൽ ഇവരും കുടിക്കുന്നത് ഈ വെള്ളം തന്നെയാണ്. കുടിവെള്ളത്തിൽ വരെ മായം കലർത്തുന്ന, അതേമാതിരി കുടിവെള്ളം തന്നെ വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇത്തരം രീതിയിലുള്ള പ്രവർത്തനത്തിന് നമ്മൾ ശക്തമായിട്ട് എതിർക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തകരെല്ലാം വിളിച്ചു കൂട്ടി നമ്മൾ സൂപ്രണ്ടും ഹെൽത്ത് ഇൻസ്പെക്ടറുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ ഇപ്പോൾ തന്നെ അത് നിർവീര്യമാക്കി കുഴിച്ചു മൂടിക്കളയാം എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തന്നതിൻ്റെ ധാരണ പ്രകാരം നമ്മളത് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്.
ഇരിങ്ങാലക്കുടയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ നിന്നും തെറിച്ചു വീണ് വയോധികന് പരിക്കേറ്റു. ഇരിങ്ങാലക്കുട ചെട്ടിപ്പറമ്പിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള വൺവേയിലേക്ക് തിരിയുന്നിടത്ത് വച്ച് വെള്ളിയാഴ്ച രാവിലെയാണ് അപകടം സംഭവിച്ചത്. ഇരിങ്ങാലക്കുട സ്വദേശി 63 വയസ്സുള്ള പോളി കുറ്റിക്കാടനാണ് ഒസന്ന എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ പിറകിലെ വാതിൽ വഴി തെറിച്ചു വീണത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്ക് പോകുന്നതിനായി ബസിൽ കയറിയതായിരുന്നു ഇദ്ദേഹം. ബസിന്റെ പിറകിലെ വാതിൽ അടച്ചിരുന്നില്ല. അപകടം പറ്റിയ ഉടനെ ബസ് ജീവനക്കാർ തന്നെ ഇദ്ദേഹത്തെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനയിൽ പരിക്ക് ഗുരുതരമല്ല. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബാലജന സഖ്യം യൂണിറ്റ് പ്രവർത്തന സംഗമം സംഘടിപ്പിച്ചു. സംഗമം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപകൻ PJ ജോൺ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സഹാരി പ്രോസൻ ഫ്രാൻസിസ്, സ്റ്റാഫ് സെക്രട്ടറി A ടോണി തോമസ്, സഖ്യാംഗങ്ങളായ TR അഞ്ജന, വസാന നസറിൻ, അനോണി സ്റ്റാൻലിൻ, മഹാദേവ് ഉദയ് എന്നിവർ സംസാരിച്ചു. പൊന്നൂക്കര ഓർക്കിഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ പൊന്നൂക്കര തൃക്കൂർ പ്രദേശങ്ങളിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്ക് മൊമന്റോ, ക്യാഷ് അവാർഡ് എന്നിവ നൽകി ആദരിച്ചു. ചടങ്ങിൽ ലിയോ ഗ്രൂപ്പ് ചെയർമാൻ സിദ്ധാർത്ഥ റാം മുഖ്യാതിഥിയായി. ഓർക്കിഡ് ക്ലബ്ബ് ഭാരവാഹികളായ രാജൻ മുളങ്ങാട്ടുകര, ജോർജ് കൂനൻ, ദിലീപ് മുളങ്ങാട്ടുകര എന്നിവർ നേതൃത്വം നൽകി. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള തൃശൂർ മേഖലയുടെ ദ്വിദിന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ചന്ദ്രൻ KT ഉദ്ഘാടനം ചെയ്തു. 14, 15 തീയതികളിൽ പറവട്ടാനി എലിനോർ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പഠന ക്ലാസ്സിൽ സൗണ്ട് എഞ്ചിനീയറിംഗ്, ലൈറ്റ് ഡിസൈനിംഗ്, പിക്സൽ പ്രോഗ്രാമിംഗ് എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകൾ വിവിധ എഞ്ചിനീയേഴ്സ് നയിക്കും. തൃശൂർ മേഖലാ പ്രസിഡന്റ് എബിൻ പവിഴൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സാബു CL, ജില്ലാ ട്രഷറർ PC ഹൈദ്രോസ്, പഠന ക്ലാസ് ജനറൽ കൺവീനർ സുരേഷ് സാജ്, മേഖലാ സെക്രട്ടറി സണ്ണി റിയാൽ, മേഖലാ ട്രഷറർ മെട്രോ സുരേഷ്, ജോഷി ഇമ്മട്ടി, ജസ്റ്റിൻ, കൺവീനർ ജെൻസൺ KO എന്നിവർ സംസാരിച്ചു. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ രക്തദാന ദിനം സംഘടിപ്പിച്ചു. ദിനാചരണം മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൗൺസിലർ റെജി ജോയ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, ഡോക്ടർ ശ്രീദേവി നായർ VJ, സുധീഷ് കുമാർ NB, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ അനൂപ് KT, ഡോക്ടർ രേഖ, ഡോക്ടർ നോബിൾ J തൈക്കാട്ടിൽ, ഡിവിഷൻ കൗൺസിലർ രാമനാഥൻ KD, T സുധാകരൻ, പ്രകാശ് KB, സുമേഷ്, ബഫീഖ് ബക്കർ, TR സന്തോഷ്, CJ വിൻസെന്റ്, MA റഷീദ്, സോമൻ കൊളപ്പാറ, ഷീബ ബാബു, സാറാമ റോബ്സൺ, പൂർണിമ സുരേഷ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിക്ക് പിറകിൽ ടാങ്കർ ലോറി ഇടിച്ച അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ചെറുകുന്ന് അത്താണി സ്വദേശി പൂളോത്ത് തുണ്ടിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിജിത്ത്, ചെറുകുന്ന് അത്താണി സ്വദേശി ചക്കാലിക്കൽ വീട്ടിൽ 24 വയസ്സുള്ള മനു എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറി കണ്ടണാശ്ശേരി പാരീസ് റോഡിലാണ് അപകടത്തിൽപ്പെട്ടത്. മുൻപിൽ പോവുകയായിരുന്ന കാർ പെട്ടെന്ന് നിർത്തിയതോടെ പിറകിൽ വരികയായിരുന്ന ടാങ്കർ ലോറി വെട്ടിക്കുകയായിരുന്നു. ഇതോടെ റോഡ് സൈഡിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിക്ക് പിറകിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലോറി സമീപത്തെ തോട്ടിലേക്ക് മറിയുകയും ടാങ്കർ ലോറി റോഡിൽ മറിഞ്ഞു വീഴുകയും ചെയ്തു. പരിക്കേറ്റ ഇരുവരെയും ഗുരുവായൂർ ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെങ്ങണിശ്ശേരി മേലിട്ട് ശങ്കരൻ മകൻ രാമകൃഷ്ണൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പെരിഞ്ചേരി കുരുതുകുളങ്ങര പെല്ലിശ്ശേരി ദേവസി ഭാര്യ സൂസി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം പെരിഞ്ചേരി തിരുഹൃദയം തീർത്ഥകേന്ദ്ര സെമിത്തേരിയിൽ നടന്നു. ചെറുവത്തേരി കരുണാകരൻ ഭാര്യ തങ്ക നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6590 രൂപ, പവന് 52,720 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയി CPM-ന്റെ മിനി വിനയനെ തിരഞ്ഞെടുത്തു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത മിനി വിനയന് പാറളം പഞ്ചായത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. അമ്മാടം പാതുവ നഗറിലെ സെന്റ് ആന്റണീസ് കപ്പേളയിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന ശതദിന നൃത്തോത്സവത്തിന്റെ 100ാം ദിനാഘോഷവും പുരസ്കാര സമർപ്പണവും ജൂൺ 16-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ദേവസ്ഥാനത്ത് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.